നിത്യജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന വ്യക്തികളിൽ നിന്ന് ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ആദരവ് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ ഇന്ന് ഈ സ്മോൾ വീഡിയോയിൽ ഒന്ന് പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം കാണുന്ന വ്യക്തികളോട് എല്ലാവർക്കും ഒരു ആകർഷണീയത തോന്നും, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നും, അവരോടൊരു താല്പര്യം തോന്നും. നിങ്ങളുടെ വർക്ക് സ്പേസിലായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളിനെ ലഭിക്കുന്നത് എല്ലാവരും ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളുടെ സ്വഭാവത്തിൽ പലപ്പോഴും നമ്മളൊരു നല്ല ലിസണറാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ കാര്യങ്ങൾ പറയാൻ മറ്റൊരാളിനോട് പറഞ്ഞു ഫലിപ്പിക്കാനാണോ നമുക്ക് താല്പര്യം? അല്ലെങ്കിൽ മറ്റൊരാളൊരു പ്രശ്നം പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം പറയുമ്പോൾ അത് കേൾക്കാൻ ഒന്ന് ചെവി കൊടുത്ത് ഒന്ന് നിശബ്ദമായിരുന്ന് ഇങ്ങോട്ട് ഒന്ന് തലകുലുക്കി കേൾക്കാൻ ഉള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട് എങ്കിൽ ഇത് തീർച്ചയായിട്ടും നമ്മളെ ആകർഷണീയമാക്കുന്ന ഒരു ഫാക്ടേഴ്സിൽ ഒന്നാണ്. പലപ്പോഴും ആൾക്കാർ ഒരു കാര്യം നമ്മളോട് സംസാരിക്കുന്നത് ഒരു സൊല്യൂഷന് വേണ്ടിയല്ല എന്നുള്ളതാണ് സത്യം. അവർക്കൊരു സൊല്യൂഷൻ അല്ല ആവശ്യം, അവർക്ക് കേൾക്കാൻ ഒരു ആളെയാണ് ആവശ്യം. താല്പര്യത്തോടെ അവരോട് എംപത്തൈസ് ചെയ്ത് അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ കേൾക്കാൻ തയ്യാറായ ഒരാൾ ആണ് നമ്മൾ എന്ന് തോന്നിയാൽ അവർക്ക് വലിയ വാല്യൂ ആയിരിക്കും നമ്മളോട് തോന്നുക എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. നല്ല ഒരു കേൾവിക്കാരനാകുക. താല്പര്യത്തോടെ ഇഷ്ടത്തോടെ അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യുന്നതിന് പകരം വെറുതെ ഇരുന്ന് ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ നമ്മളെ ഒന്നുകൂടി ആകർഷണീയതയുള്ളൊരു വ്യക്തിയായി മറ്റൊരാൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.